പണിയൊക്കെ ഒതുങ്ങിയപ്പോ വൈകി. മാഷ കാണാനില്ലല്ലോ കുറച്ചു ദിവസമായിട്ട്. പെൻഷൻകാരി ഒന്നും ശരിയായില്ല കുട്ടിയെ. ഒരാഴ്ച തിരുവനന്തപുരത്ത് പോയി കിടക്കായിരുന്നു. ഉറുപ്പി 1000-ഓളം കടം കയറിയത് മിച്ചം. എന്റെ ശവദാഹത്തിനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. വിജയം വരാറായോ? കത്തുണ്ടായിരുന്നു, ലീവില്ലാത്രേ. സിക്കാര് 10 പട്ടാളക്കാരെ കൊന്നെന്ന് ഇന്നും പത്രത്തിലുണ്ട്. അവിടെ എന്താ നടക്കണമെന്ന് ഒരു രൂപവും ഇല്ല. സദാ ഭഗവാനെ വിളിക്കുക എന്നെ. ഹേയ്, ഒരാപത്തുണ്ടാവില്ല. അത്രയ്ക്ക് ഗുരുത്തുള്ള കുട്ടിയാ വിജയൻ. ശരി, പൊക്കോൾ. വെള്ളം ചൂടാക്കാതെയാ അവള് പോയിരിക്കണത്. അതെങ്ങനെയാ? ഭഗവാൻ അപ്പോഴേക്ക് എഴുന്നേറ്റ് പോയാലോ? ഇപ്പൊ ചൂടാക്കാം അമ്മായി. നേരെ ഉച്ചയാവാറായി. കഴിഞ്ഞില്ല ഒരുത്തന്റെ കുംഭകർണ സേവ. എങ്ങനെയാ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുക? അശ്രീകരം. അപ്പു, അപ്പു, എണീക്കപ്പു. ഇതെന്താ ഉറക്കാത്? ഇന്ന് കോളേജില്ലേ? ചായ. അതെങ്ങനെയാ? നേരത്തെ കിടന്നല്ലേ നേരത്തെ എണീക്കാൻ പറ്റൂ. ഇതെന്തോരം ബീഡിയോ സിഗരറ്റുമായി നീ വലിച്ചു തള്ളണേ. തറ മുഴുവൻ കുറ്റിയാ. സാവിത്രി കണ്ടാ മതി. ഇനി അതിനാവുന്ന ലഹള. ആഷ്ട്ര അല്ല, പാട്ടയാ മേടിക്കണ്ടേ. ഇതിനെന്ത് ചൂടില്ലാത്ത? സാവിത്രിക്ക് എന്താ ഒന്ന് ചൂടാക്കി കുടിച്ചാല്? കിടപ്പറയെ കൊണ്ടുതരാൻ ഇവിടെ വേലക്കാരൊന്നും ഇല്ലല്ലോ. വേലയ്ക്ക് എന്ന പാരമ്പര്യം ഉള്ളവരായതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, ഒരു തമ്പുരാട്ടി. ആ, പള്ളി ഉണർന്നോ? ഇന്നെങ്കിലും കരം കൊണ്ട് നടക്കപ്പോ. എത്ര ദിവസമായി പറയണോ? അവരിനി ജപ്തിക്കോ മറ്റോ വരുമെന്നാ തോന്നണേ. ഇനി അതിന് ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ നടക്കണമെന്നായിരിക്കും. ഇത്രയും പോകുന്ന ഒരു ചെക്കൻ വീട്ടിലുണ്ടായിട്ട് ഏത് കാര്യത്തിനും കണ്ടവന്റെ കയ്യും കാലും പിടിക്കണമെന്ന് വെച്ചാ എന്താ കഥ? ശിവ ശിവ. ഒരു കാര്യം 100 ആവർത്തി പറയിപ്പിക്കണോ മോനെ? സൗകര്യപ്പെടണ്ടേ? 3 നേരം മൂക്കറ്റം തിന്നതിന് ഒരു അസൗകര്യം കാണില്ലല്ലോ. കുടുംബത്തേക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറയുമ്പോ മാത്രം എന്റെ സൗകര്യപ്പെടാത്തെ? ഞാനൊന്ന് കഴിച്ചോട്ടെ. അത് തന്നെയാ പറയണതേ. കഴിക്കണേന് മാത്രം ഒരു കുറവില്ലെന്ന്. ഞാൻ തന്നെയാണോ നിങ്ങളെ സംബന്ധക്കാരുടെ പറയുന്നല്ലോ? എന്റെ അച്ഛനുണ്ടാക്കിയല്ലേ? ഒരു തച്ചൻ. എന്റെ ആങ്ങളായി പിന്നില്ലേ നിന്റെ അച്ഛനായുള്ളൂ. എന്റെ സാവിത്രി, കാലത്തെ തുടങ്ങണം. നിങ്ങൾ ഒരുത്തി അവന്റെ എല്ലാ തോന്നിയാസത്തിനും വളം വെച്ചു കൊടുക്കണത്. എന്താ ഇവിടെ ചെവിതല കേൾക്കണില്ലല്ലോ? നോക്കൂ അമ്മേ, ചെക്കൻ എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിനൊക്കെ അരി നിൽക്കുക.
പിന്നെങ്ങനെയാ ഹുങ്ക് കൂടാണ്ടിരിക്കുക? സാവിത്രി, ഞാൻ എന്തായാലും നിക്കണെന്നാ പറയണേ. കാലത്തെ ലഹള വേണ്ടാന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതെ, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിച്ച് വളർത്തണമെന്നാ പഴയ കാരണവന്മാര് പറയാ. ഇവിടെ അതേ കുറവുള്ളൂ. ചോദിക്കാനും പറയാനും ആരും ഇല്ല. ഒരുത്തൻ അന്യദേശത്ത് കിടന്ന് കഷ്ടപ്പെടുക. ഇവിടെ തോന്നിയ അസു. അപ്പോട്ടാ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. എന്തൊരു ഗൗരവം! ഇന്ന് കണി മോശമായിരുന്നെന്ന് തോന്നണല്ലോ. ഏട്ടനൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചു. എന്താ? പോണ വഴിക്കേ ആ ഗോവിന്ദന്റെ കടയിൽ കയറി പറയണം ഏട്ടനിന്ന് കട തുറക്കില്ലാന്ന്. തയ്യത്തുണിക്ക് ആള് വന്നാ നാളെ വരാനും പറയണം. എവിടെ പോയി ഏട്ടൻ? തൃപ്രയാർക്ക് രാധേട്ടന്റെ കല്യാണം നിശ്ചയെന്ന്. ഇന്നലെ വല്യമ്മ വന്നിരുന്നു. ദുബായിന്ന് അത്ര ചെക്കൻ. ഒക്കെ പെട്ടെന്നാ ഒത്തത്. മോഹൻകുമാർ എന്ന പേര്. കാണാൻ മോശാത്രേ. പെണ്ണിന്റെ ഒരു കുശുമ്പ് കണ്ടില്ലേ? പിന്നെ കല്യാണത്തിന് പോവാൻ എനിക്ക് സാരി വാങ്ങി തരാന്ന് പറഞ്ഞല്ലേ ഏട്ടൻ? ഓ സാരി. ഇപ്പൊ പെൺകുട്ടികൾ പാന്റും ഷർട്ടും നടക്കണേ. അയ്യേ നോണ, സിനിമയിലുണ്ടാവും. നീ കോളേജ് വാ, പാന്റും ഷർട്ടും ഇട്ട സുന്ദരിമാരെ ഞാൻ കാട്ടിത്തരാം. പാന്റും ഷർട്ടും ഇട്ടാ ഞാനും സുന്ദരിയാവോ? ഇല്ല, ഈ വേഷ നിനക്ക് ഭംഗി. ഇത് തന്നെ ജോലി. ഗുഡ് മോർണിംഗ് സർ. ഹലോ. ഹലോ. രാമൻ, സീത, രാവണൻ, ഓരോരുത്തരെ കുറിച്ചും നമ്മുടെ മനസ്സിൽ ഓരോ സങ്കല്പങ്ങളുണ്ട്. വയലാറിന്റെ രാവണപുത്രി മറ്റൊരു വ്യാഖ്യാനമാണ് രാമായണ കഥയ്ക്ക് നൽകുന്നത്. കമ്പരാമായണത്തിലെ ഒരേടാണ് ഈ കാവ്യത്തിന് ആധാരം. സീത രാവണന്റെ പുത്രിയാണെന്നും തന്റെ ഓമന മകളെ ഒരു നോക്ക് കാണാനും ആ കവിളിൽ ഒരച്ഛന്റെ മുത്തം കൊടുക്കാനുമാണ് അത്രേ രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. രാവണൻ ഇവിടെ ഹീറോയാണ്, രാമൻ വില്ലനും. രാമരാവണ യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ മൃതപ്രായനായി കിടക്കുന്ന രാവണന്റെ മനോവ്യാപാരമായാണ് കവി ഈ കഥ പറയുന്നത്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. ചാടിയോ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇതെന്നാ ഒരു ക്ലാസ്സിലും കേറാത്തവൻ ആ ബോറന്റെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നതെന്ന്. എവിടെങ്കിലും ഇരിക്കണ്ടേ? ആ പിന്നെ അപ്പു, ഇലക്ഷൻ വരിക, കാണണം. എന്ത് കാണാൻ? ഇതെന്നാ ചോദ്യം ആശാനെ? ഈ തവണ കളി വേറെയാ, നമുക്കൊരു പിടി പിടിക്കണം. ഓ, അവൻ അവരുടെ ആളാണെന്ന് തോന്നുന്നത്. ഏയ്, അവനൊരു ഒറ്റയാനാ. ഇത്തവണ നമുക്ക് ഇതേപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന്മാരെ ഒക്കെ പിടിക്കണം. എന്താ? ആ ഹായ് അപ്പോ വാ, ഒരെണ്ണം വലിക്ക്. നിന്റെ തന്തയ്ക്കൊണ്ട് കൊടുക്ക്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ലക്ഷ്മി. കേട്ടില്ലാന്ന് വെക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാൻ എന്തു സഹിച്ചോളാം. പക്ഷെ ഒരെണ്ണം ഉള്ളത് ഇങ്ങനെയാണെന്ന് വെച്ചാ ഇത്തവണയും മര്യാദയ്ക്ക് പഠിക്കണ ലക്ഷണം ഇല്ല. അതൊക്കെ ഒരു പ്രായത്തിന്റെ. എന്റെ ശിവൻകുട്ടി
ഇതിലപ്പുറമായിരുന്നു വികൃതി. അച്ഛൻ അങ്ങോട്ട് പോയി ഉത്തരവാദിത്തമായെന്ന് കണ്ടപ്പോ അവൻ എങ്ങനെ മാറിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ കുടുംബത്തിന് വേണ്ടി രാപ്പകല് പാടുപെടണ. എന്താ മോളെ ഇത്? വേണ്ടായിരുന്നല്ലോ. പാലുണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ. 1.5 ഇടങ്ങളിൽ കിടക്കുന്നുണ്ട്. അപ്പുവിന് ബുദ്ധി ഇല്ലാണ്ടല്ല ദേവു ചേച്ചി. ഏതു നേരവും മൂക്കത്ത് ശുണ്ഠിയ. എന്തു പറഞ്ഞാലും ദേഷ്യ. ഒരു നേരം വീട്ടിൽ അടങ്ങിയിരിക്കില്ല. അതെ, അവന്റെ മുത്തച്ഛന്റെ സ്വഭാവ. മണപ്പാട്ട ഗോവന്മാർക്ക് മൂക്കത്താ ശുണ്ടിന്ന് പ്രസിദ്ധായിരുന്നു. പോരാത്തതിന് അരപ്രാന്തുള്ള ചെക്കനെ മുഴുപ്രാന്താക്കും സാവിത്രി. അവക്ക് ആ കുഞ്ഞിക്കാവിന്റെ സ്വഭാവമാ. ഇവളെപ്പോലെ മച്ചിയായിരുന്നു കുഞ്ഞിക്കാവും. കുശുമ്പും കുനിഷ്ടും തിരുതകൃതി. നാക്കാണെങ്കി 4 മുഴ. പാമ്പ് കടിച്ചാ ചത്തത്. എന്റെ മോളെ, അവക്ക് പെറാത്തിന്റെ ദണ്ണ, പെറ്റ വയറ്റിന്റെ ദണ്ണം അവക്കറിയോ? ഞാനൊന്നും എഴുതാറില്ല. വെറുതെ ദൂരെ കിടക്കുന്ന ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. എന്തൊക്കെയാ ചേച്ചി വിശേഷം? ഒന്നുമില്ല, ഓരോന്ന് പറഞ്ഞിരുന്നു പോയതാ. നേരം പോയി. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മായി ഒച്ചയെടുക്കും. പോട്ടെ ശിവൻകുട്ടി. അതെ. കഷ്ടാണ് ആ കുട്ടിയുടെ വിധി. മുഹൂർത്തം എന്നൊക്കെയാ നിശ്ചയിച്ച്? മീനം 10-ന്. അത് ശരി. അപ്പൊ നീ ആരാ? അപ്പുവാ? ആ, ഒരു ദിവസമെങ്കിലും നിനക്ക് നേരത്തെ വന്നുകൂടാ അല്ലേടാ? ഗോപിക്കുറിപ്പ് വരുന്ന കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ കിടന്നേ ഉള്ളു എല്ലാരും. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വാ. വേണ്ട. ഇന്ന് നീ കുടിച്ചിട്ടുണ്ടല്ലേ? നേരെ നോക്കടാ. എന്ത് ഭാവിച്ചാ നീ തുടങ്ങിയേക്കടേ? ഈശ്വര, ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരും കൂടെ അറിയിക്കണ്ട. കടന്നു പോയി. നേരം വെളുക്കട്ടെ. അപ്പു, അപ്പു. അമ്മ പോയിക്കോളൂ. എന്തിനാ അപ്പു അമ്മ എങ്ങനെ വേദനിപ്പിക്കണത്? നീ അല്ലാണ്ട് അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? നിന്റെ അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? വേണ്ടിയല്ലേ അന്യരാജ്യത്ത് കിടന്ന് ആ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഉണ്ണി ഉറങ്ങാരിരാരോ പൂവിനുറങ്ങാൻ പൂനിലപ്പട്ട് കാവിലെ കാറ്റിനു പൂവള്ളിത്തട്ട് ഉണ്ണിക്കുറങ്ങാനീ മടിത്തട്ട് ഉണ്ണി ഉറങ്ങാരിരാരോ ഉണ്ണി ഉറങ്ങാരിരാരോ.
എത്തിയപ്പോ വൈകുന്നേരമായി. പിന്നെ പെരുമ്പാവൂര് വരെ ഒരു ജീപ്പ് കിട്ടി. അവിടെ ചെന്നപ്പോ രാത്രി ഏറെയായി. പിന്നെ അവിടെ ഒരു മുറി എടുത്ത് അങ്ങോട്ട് കൂടി. സാവിത്രി, ദേ നിന്റെ നായര്. നല്ല ഒന്നാന്തരം കിളിവാലനാ. ഇത് വിശേഷപ്പെട്ട തരാ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ട് വരുത്തിയതാ മാപ്പിള. ഇവനേ സാധാരണ തേയിലയല്ല, എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയും. എന്താ? അതെ, ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കൂടിയ തരാ. സായിപ്പന്മാർക്ക് മാത്രം കുടിക്കാനുള്ളതാ. മാനേജരോട് ഞാൻ എത്ര കാലായി എന്നാ പറയണേ. എനിക്കായോണ്ട് തന്നതാ. വേറെ ജോലിക്കാർക്കൊന്നും ഇവനെ കൊടുക്കില്ല. അല്ലെങ്കിലും നല്ല ചായ ഗോപിക്കുറുപ്പ് കൊണ്ടുവന്നേ ഇവിടെ കുടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കുവന്നെ. പിന്നെ അവ ശൃംഗാരമൊക്കെ. ഇന്നലെ ഞാൻ പാതിര വരെ കാത്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയും വന്നില്ല. ഇന്നും കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണമെന്ന് തീർച്ചയാക്കി ഇരിക്കായിരുന്നു. അയ്യോ, അങ്ങോട്ട് വരെ. അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ എന്റെ സാവിത്രി. പിന്നല്ലാണ്ട് എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. എന്റെ സാവു, കഴിഞ്ഞ ആഴ്ച തോട്ടത്തില് പണിമുടക്കും ബഹളമായിരുന്നു. ഇന്നലെ ആണെങ്കിൽ പെരുമ്പാവൂര് എത്തിപ്പിടിക്കും നേരം വൈകുന്നേരമായി. പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ മുറി എടുത്തു. നിന്നെ അങ്ങോട്ട് ഓർത്തിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. മതി മതി ഒക്കെ. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഒരു തരൂ, അലക്കണ്ടേ? പിന്നെ അപ്പേട്ടന്റെ അമ്മ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടു. എന്തിന്? അപ്പേട്ടൻ പഠിക്കുന്നില്ല മര്യാദക്ക്, എപ്പോഴും വഴക്കൂടാന്നൊക്കെ പറഞ്ഞു. കഷ്ടമുണ്ട് കേട്ടോ. നിനക്കറിഞ്ഞൂടാ എന്റെ കാര്യം. ആർക്കും അമ്മമ്മയ്ക്കും അമ്മായിക്കും ഞാൻ എങ്ങോട്ട് ഞാൻ കുറ്റം. അത് ഒപ്പിച്ച അമ്മയും. പിന്നെ എങ്ങനെ വഴക്കൂടാണ്ടിരിക്കുക? ഇനി അച്ഛൻ വരുമ്പോ അച്ഛന്റെ വക വേറെ. എന്തായാലും മൂത്തവര് പറയണത് നമ്മൾ അനുസരിക്കണ്ടേ? അവരോട് വഴക്കൂടാന്ന് വെച്ചാ പാവാണ്. ഓ, ഇനി നിന്റെ ഉപദേശത്തിന്റെ കുറവ് കൂടിയുള്ളൂ. കണ്ടോ, അപ്പളേക്കും ദേഷ്യം വന്നു. ഇതന്നെ അപ്പേട്ടന്റെ അമ്മ പറയണത് മൂക്കത്ത് ചുണ്ടിയാണെന്ന്. എവിടെയെങ്കിലും ഒരു പണി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പഠിക്കാണ്ട് എങ്ങനെയാ അപ്പേട്ടാ പണി കിട്ടുക? പഠിക്കാൻ കഴിയുന്നില്ലല്ലേ. പുസ്തകം തുറക്കുമ്പോഴേക്കും മനസ്സ് കത്തുപോവുക. ഒന്നും തലേ കയറണില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തെ ഒക്കെ കൂടി എങ്ങനെയാ പഠിച്ചെഴുതാന്ന് ഒരു രൂപമില്ല. എത്ര കാലായി പറയണേ ഞാൻ അങ്ങോട്ട് വരാന്ന്. നമുക്ക് അവിടെ ഒരു വീടെടുത്ത് താമസിക്കാന്നേ. ഹേ, അതൊന്നും ശരിയാവില്ല സാവിത്രി. ശരിയാവില്ല. ഈ ഹോട്ടൽ ചോറ് കഴിച്ചിട്ടാ ശരീരം ഇങ്ങനെ ക്ഷീണിക്കണേ. എനിക്ക് എന്തു കൊതിയാണെന്നോ വെച്ച് വിളമ്പി തരാൻ. ഇവിടിപ്പോ ഏടത്തിയമ്മയുടെ ഭരണ. ഏട്ടൻ അമ്മയുടെ പേർക്കല്ല, അവരുടെ പേർക്കാ പണം അയക്കണേ. ഒരു സിനിമയ്ക്ക് പോണെങ്കിൽ കൂടി ഞാൻ ആരോടെ ചോദിക്കാ? അപ്പൊ ഞാൻ തരണതോ? അത് ചിട്ടിക്ക് കൊടുക്കണ്ടേ? എടി മിടുക്കി, ഞാനങ്ങോട്ട് വരട്ടെ. നിന്റെ തലയില് കളിമണ്ണ. നീ ഇവിടെ തന്നെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യല്ലേ? എന്തേ? ഇത് നിന്റെ വീടല്ലേ? അതെ. നിനക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ. അതിനിപ്പോ എന്താ? നീ ഇവിടെ താമസിച്ചില്ലെങ്കിലേ കൈവശാവകാശം വിജയൻ നായർക്കും ലക്ഷ്മിക്കുട്ടിക്കും ആവും. അതാ നിയമം. അങ്ങനെയാ? അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ വിജയൻ നായർക്ക് ഇനി 2-3 കൊല്ലം കൂടി ഉള്ളൂ. അയാള് തിരിച്ചു വരുന്നതിന് മുമ്പ് ഭാഗക്കാര്യം തീർക്കണം. തള്ള എന്നാ ഉരുണ്ട് വരണ്ട് വീണ് ചാവാന്ന് ദൈവത്തിന് മാത്രം അറിയും. അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒതുക്കണം. നിനക്ക് മനസ്സിലായ? ഞാനിപ്പോ എന്താ വേണ്ടേ? നീ അമ്മായിയോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ വീട് നിനക്ക് ഉണ്ടാവില്ല. ഒരു കഷ്ണം ഭൂമി മാത്രം കിട്ടും. നേരാ? ആ, നേരെ ഒരുപാടായി. ചെക്കൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മായി. നാട് വേണ്ടി നടക്കാവും. നീ വേണമെങ്കിൽ എല്ലാം കഴിക്കുവന്നെ. വേണ്ട, നമ്മുടെ അപ്പു വരുന്നു. നിന്നെ കാണാനേ ഇല്ലല്ലോ അപ്പു. സ്ഥലത്തില്ലേ? എങ്ങടാ എല്ലാരും കൂടി? നീ ഒന്നും അറിഞ്ഞില്ലേ? അമ്പലം പുതുക്കി പണിയാൻ പോവാ. ഞങ്ങള് പിരിവിന് ഇറങ്ങിയതാ. എന്നും എന്തെങ്കിലും കോള് കാണും അല്ലേ രാമേന്ദ്ര? എടാ, അപ്പുവിന് ഒരു 50 രൂപ എഴുതി കൊടുക്കും. ഓ, എന്നിട്ട് അമ്പലം പണിതു. നേരം പോയി, വിശന്നിട്ട് വയ്യ. നീ എങ്ങോട്ടാ? എന്നാ നീയും കൂടെ വാ, ഒരാളൂടെ ആവുമല്ലോ. വാ. വാന്ന്. നിങ്ങളെ അത്രയും നേരം പോയത് മിച്ചം.
10ാം ക്ലാസ് വരെ എങ്ങനെയാ എത്തിയെന്ന് എനിക്ക് തന്നെ യാതൊരു നിശ്ചയമില്ല. അന്നൊക്കെ വീട്ടിൽ ഒരു നേരെ ചോറുള്ളൂ. ഒരു മണ്ണെണ്ണ ചിമ്മിയുടെ വെളിച്ചത്തിലാ ഞാൻ പഠിച്ചത്. എന്നിട്ടും എനിക്ക് കണക്കിൽ 100-ൽ 100 മാർക്കും കിട്ടി. നിന്റെ അത്രയും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആയിരുന്നു. അതിപ്പോ ചേട്ടാ എല്ലാവർക്കും ബുദ്ധി ഒരുപോലെ ഉണ്ടാവും. എടാ, ബുദ്ധിയുടെ അല്ല കാര്യം, നിനക്കൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. വീട്ടിൽ ചെന്നാൽ 3 നേരം ചോറ് കിട്ടും, പട്ടച്ചെലവിന് കാശും കിട്ടും, സുഖം. പറയാനെളുപ്പോ. അവനോന്റെ കാര്യം അവനോൻ നോക്കിയാ അവനോനും ഉള്ള. എനിക്കെന്താ? ആഹാ, അവൾ അത്രയ്ക്കായ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മതിയെന്ന്. എടി, നീ ആരാ അവളാരാ? നീ മണപ്പാട്ട് ഗോവിന്ദനായ ഏക മോള, ഈരേഴത്ത് ഗോപിക്കുറുപ്പിന്റെ ധർമ്മപത്നി. ഈ കുടുംബത്തിലെ അതൊക്കെ പറ മനുഷ്യ. ഇനി 4 പേരെ അറിയിക്കും കൂടെ വേണോ? ഞാൻ ഓർക്കണേ പറയും. ഒന്ന് നിന്നേ. ആ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പൊ ചോദിക്കും, ഞാനിപ്പൊ തന്നെ ചോദിക്കും. ഈരേഴത്ത് ലാത്തിക്കുറുപ്പ് അല്ല ഗോപിക്കുറുപ്പ് ആരാണെന്ന് നിന്റെ വിചാരം? ആരും ആവട്ടെ, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഇങ്ങോട്ട് പോരുന്നേ, പറയണത് അങ്ങോട്ട് പോരുന്നേ. അവിടെ നിക്കാൻ ഇപ്പൊ അങ്ങോട്ട് പോവണ്ടെന്ന്. ലക്ഷ്മിക്കുട്ടി ആരാടി നിന്നെ ഭരിക്കാൻ? കീരിക്കാട്ട് നെല്ലുകുത്തുകാരി നാണിയുടെ മോളല്ലേ അവളാ? ഒന്ന് പതുക്കെ അവളോട് പറ മനുഷ്യ. ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതെങ്ങനെ ഏട്ടൻ ലക്ഷ്മിക്കുട്ടി, ഈശ്വര. എടേ, ഈരേഴത്ത് ഗോപിക്കുറുപ്പിനെ കണ്ട കൂലി പട്ടാളക്കാരൊന്നും പേടിയില്ല. ഇങ്ങനെ അടുത്തേക്ക് വരണ്ട. എന്താ പറഞ്ഞ? എന്റെ വീട്ടില് ഞാൻ പലതും പറയും. ചോദിക്കാൻ നീ ആരാടാ റാസ്കൽ? എടാ പട്ടി. അയ്യോ, വിട്, 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 വിട് എന്നെ പറഞ്ഞേ. എടാ, വിട്. അയ്യോ, നീ അറിയില്ല. ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂന്ന്. എന്താ ഇവിടെ അപ്പുടെ തല കണ്ടിട്ട് ഈ കുടുംബം നശിച്ചല്ലേ എന്റെ ഈശ്വര. വയസ്സാണെന്ന് ഞാൻ നോക്കില്ല. ഗുണം പിടിക്കില്ലടാ. നശിച്ചവരെ പോ, എവിടെയും പോ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കൊല്ല്, എന്നിട്ട് എന്നെ വേണമെങ്കിൽ അയക്കോ. അമ്മ എന്താ പറയണേ? ആ നായന്റെ മകൻ എന്താ പറഞ്ഞു നമ്മ കേട്ടോ? നീ പോ, അല്ലെങ്കിൽ ഞാൻ ഈ പാതിരാക്കി എവിടെയല്ലേ ഇറങ്ങിപ്പോവും. നാളെ കാലത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോണത്. നിന്റെ മുഷ്ടടങ്ങുന്നൊന്ന് നോക്കട്ടെ. ഓ ചെല്ലങ്ങോട്ട്. പോലീസ് സ്റ്റേഷൻ നിന്റെ അമ്മ നായരല്ലേ? പറഞ്ഞത് കുപ്പു എടുത്തങ്ങട്ട് മോനെ കൊടുക്കായിരുന്നില്ലേ? ചെക്കനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിട്ടിട്ടേ. സാവിത്രി, ഞാൻ എന്ത് പറഞ്ഞ് ഇളക്കി വിട്ടെന്ന് നിന്റെ നായര് പറഞ്ഞൊക്കെ ഞാൻ കേട്ടതല്ലേ. പറഞ്ഞെങ്കിലേ കണക്കായിപ്പോയി. ഹോ, ഇതങ്ങോട്ട് കിട്ടിയ ഉടനെ ഏട്ടൻ വരാണ്ടിരിക്കില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാ ചെക്കന്റെ മുഷ്ക് സഹിക്ക. ആറ്റു നോറ്റിരുന്ന് മൂക്കി പല്ല് വന്നപ്പോഴാ എനിക്കൊരാൾ വന്ന് കൂടിയത്. ഇനി ഇങ്ങോട്ട് വരില്ല തീർത്ത് പറഞ്ഞിട്ടാ പോയിരിക്കണേ. വരുമടി, ഇതിനു മുമ്പും അയാൾ പിണങ്ങി പോയിട്ടില്ലേ? നായന്മാരൊക്കെ എങ്ങനെയാ, വലിയ വാശിക്ക് അങ്ങോട്ട് പോവും. ഏനക്കേട്ട് തോന്നുമ്പോ പിന്നെയും മണത്ത് ഇങ്ങോട്ട് വരും. ഇത്തവണ അങ്ങനൊന്നും അല്ല. അടിവയറ്റിനാ ചവിട്ട് കൊണ്ടത്. കാലത്ത് ഞാൻ 1/2 മണിക്കൂർ തിരുമ്മി കൊടുത്തേ പിന്നെയാ മൂത്രം പോയത്. പിന്നെ അവൻ വരുമ്പോ എനിക്കൊരു പുത്തൻ കമ്പിളിയോട് കൊണ്ടുവരണം എഴുതിക്കോ. ഓ, എന്നാ പിന്നെ ഇത്തിരി കൂടി നേരത്തെ പറയായിരുന്നില്ലേ? ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാ പറയാ പുത്തൻ കമ്പിളി. കഴിഞ്ഞ 5 കൊല്ലമായി ഈ കോളേജിൽ നമുക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. നാണക്കേട്. ഇക്കൊല്ലം കൗൺസിൽ അടക്കം 3 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ പുറത്താക്കുന്ന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിട്ടുകൊണ്ട് നടന്നിട്ട് എന്നാ കാര്യമാ? പെമ്പിള്ളേരുടെ വോട്ടാണ് നമ്മൾ കാര്യമായി നോക്കേണ്ടത്. അവരാവുമ്പോ കാശുള്ള പിള്ളേർക്കേ വോട്ട് ചെയ്യൂ. രാഷ്ട്രീയമൊന്നും നോക്കത്തില്ല. നമുക്ക് ഇത്തവണ ഈ കോളേജിലെ കാശുള്ളവരുടെ എല്ലാ മക്കളെ നമ്മുടെ കൂടെ നിർത്തണം. അതൊരു ഐഡിയ. ആ ബാബുവിനെ പിടിച്ച് നമുക്ക് ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാം. ആ കോൺട്രാക്ട് ശേഖരന്റെ മോനെ നമുക്ക് കൗൺസിലർ സീറ്റ് മാത്രം നോക്കിയാൽ മതിയാവുമല്ലോ. അങ്ങനെയാവുമ്പോ ഇലക്ഷൻ ചെലവും വായിച്ചോളൂ. പാർട്ടി വരുന്നതും പിരിവുകാശം നമുക്ക് ഒതുക്കാം.
കാശുകാർ മാത്രം പോരാ, കുറച്ച് തന്റേടമുള്ള പിള്ളേരും നമ്മുടെ കൂടെ വേണം. നമ്മുടെ അപ്പുവിനെ പോലെ അവനെയും ഇത്തവണ നമ്മളോട് നിർത്തണം. ഈശോയെ, അവൻ ആളൊരു കടുംവെട്ടാ. നമുക്കത് ആവശ്യം. അവനൊന്ന് മെരുക്കിയെടുക്കണം. ശരിയാ, അപ്പു ധൈര്യശാലി തന്നെയാ, എന്തും ചെയ്യാൻ മടിക്കില്ല. സോറി, രാഷ്ട്രീയ ചർച്ചയാണോ? ഏയ് വെറുതെ. നീ എവിടെയായിരുന്നു? ഞാൻ ആ മാത്യുവിന്റെ മുറി കിടന്ന് ഉറങ്ങായിരുന്നു. ഉച്ചയ്ക്ക് ഇത്തിരി തെങ്ങുകൾ കിട്ടി. ഉഗ്രൻ. ഏയ്, അതെടുക്കാതെ, എനിക്ക് അറിയില്ല. ഒരു സിനിമയ്ക്ക് പോകാനുണ്ടാ, എന്റെ ഷർട്ട് മാറ്റി ഇട്ടോണ്ട് പോയിന്നേ. മതിയെന്ന് പറഞ്ഞില്ലേ? വീടി കുറച്ചുകൂടി വരച്ചു കൂട്ട്, അപ്പൊ നല്ല രുചി ഉണ്ടാവും. പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് എത്ര നാളായി അപ്പു നീ? ഞാനിതൊന്നും ശ്രദ്ധിക്കണില്ലെന്നാ വിചാരം. ഇത്തവണയും പരീക്ഷയ്ക്ക് ഫീസ് അടിച്ച് വെറുതെ കളയാൻ പണം വായിക്കണ മരം ഉണ്ടോ ഇവിടെ? ഉണ്ണുമ്പോഴും സ്വയം തരില്ലല്ലേ? ഉണ്ണുമ്പോഴല്ലാണ്ട് എപ്പോഴാ നിന്നെ ഒന്ന് കണ്ടു കിട്ടുക? എനിക്ക് ഒട്ടും സമയമില്ല, ഉടനെ പോണം. എവിടം വരെ ആയി കാര്യങ്ങൾ? പ്രീ ഡിഗ്രി സ്റ്റുഡൻസിനെല്ലാം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞോ? തേർഡ് ഗ്രൂപ്പിലെ ഗേൾസിന്റെ കാര്യം എന്തായെന്ന് അറിയില്ല. മാലതിയുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയിരിക്കുക. വേറെ ആളെ ഏൽപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണോ ജോഷി? ആ, പിന്നെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഒറ്റ വോട്ട് പോലും ഇത്തവണ ചോർന്നു പോരുത്. അത് സുകുമാരന്റെ ഉത്തരവാദിത്വമാണ്. 2 സീറ്റെങ്കിലും നീക്കി വെക്കണം, അല്ലെങ്കിൽ രക്ഷയില്ല. അത് പിന്നെ ചർച്ച ചെയ്യാം. ഒരു കാര്യം എപ്പോഴും എല്ലാവരും ഓർമ്മ വെച്ചോണം, നമുക്ക് ഭരണമില്ല, പോലീസില്ല, വിദ്യാർത്ഥി വർഗത്തിന്റെ ധാർമ്മിക പിന്തുണ അല്ലാതെ യാതൊരു ശക്തിയും നമുക്കില്ല. അത് നഷ്ടപ്പെടാതെ നോക്കണം. ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും, റിസൾട്ട് പ്രഖ്യാപിച്ച് കൺഫേം ചെയ്യുന്നവരെ യാതൊരു സംഘർഷവും ഉണ്ടാക്കി പോകരുത്. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെ നമ്മുടെ കൂടെ നിർത്തണം. റൗഡി എലിമെന്റ്സിനൊന്നും അടുപ്പിക്കരുത്. കഞ്ചാവ് പാർട്ടികളും കോഫി ഹൗസ് പാർട്ടികളും പാടെ ഒഴിവാക്കണം. പ്രവർത്തനങ്ങളുടെ രഹസ്യ സ്വഭാവം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നന്ദകുമാറും ജോഷിയും കൗൺസിൽ, ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. അതെന്ത് പണിയാ? എന്റെ തീരുമാനമല്ല, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. ഇത് കണ്ടോ, 4 കുത്താ വേണ്ടത്, 3 മാസം ആശുപത്രി കിടന്നത്. അതിനെന്താ, ചെലവ് പാർട്ടി വഹിച്ചില്ലേ? എനിക്ക് തന്നെ കൗൺസിലർ സീറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? സുമാര, മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾക്ക് ഇതൊരു വെറും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. നമുക്കതാണോ? ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, പാർപ്പിടത്തിന്, വിദ്യാഭ്യാസത്തിന്, സമാധാനത്തിന്, മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി. ഇയാൾ നോവൽ എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ദന്തശല്ലേ? അല്ല മുഴുവേലി, അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു. ചെല്ലട്ടെ, തിരക്കണ്ട. നമ്മുടെ കാര്യം ഇലക്ഷൻ മറക്കല്ലേ. വരട്ടെ. ഓരോരോ വേഷങ്ങൾ. കളിയാക്കണ്ടടാ, ഇവനൊക്കെ നാളത്തെ മന്ത്രിയാ. അതെ അതെ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ക്ലാസ്സും റാങ്കും ഒക്കെ വാങ്ങി വല്ല കോളേജിലും അധ്യാപനം ചെല്ലുമ്പം നമ്മൾ എന്താ പഠിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇവനൊക്കെ ആയിരിക്കും. ഓ, കോളേജ് അധ്യാപകൻ അങ്ങോട്ട് കയറി ചെന്നാ മതി. എന്റെ ചേച്ചിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. 75,000 കൊടുക്കാനില്ലാത്തോണ്ട് ഇപ്പൊ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാം. ഒരാഗ്രഹം പറഞ്ഞു പോയതാ. ആ സ്വപ്നമെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പഠിക്കാൻ മനസ്സ് വരിക? പഠിക്കാൻ താല്പര്യമില്ലാത്തവൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. വെറുതെ എന്തിനു സ്ഥലമെടുക്കുന്നു? ഞാനേ കൈക്കൂലി കൊടുത്തു അധ്യാപകനല്ല, തലമുണ്ടാക്കി പഠിച്ച് മാർക്ക് വാങ്ങി മെറിറ്റിൽ തന്നെ ജോലി വാങ്ങിയവനാ. ഒരുത്തന്നെ നിർമുഖം കാണേണ്ട കാര്യം എനിക്കില്ല. തനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ, അഹങ്കാരം കൊണ്ടാണ്. ഞാനിങ്ങൊക്കെ തന്റെ പ്രായം കഴിഞ്ഞാടോ ഇവിടെ എത്തിയത്. എന്തിനാടോ തന്തയും തള്ളയും മെനക്കെടുത്താ ഇങ്ങോട്ട് വരണത്? പോയിക്കോളൂ, അറ്റൻഡൻസ് തന്നേക്കാം. പക്ഷെ ഒരു കാര്യം, പഠിക്കാനാണെങ്കിൽ മാത്രം എന്റെ ക്ലാസ്സിൽ ഇനി വന്നാൽ മതി. അയാൾ കുറച്ച് വിളയുന്നുണ്ട്. പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കുന്നത് അയാളുടെ ഒരു സ്ഥിരം പരിപാടിയാ. അപ്പോ നീ അല്ലാതെ വേറെ ആരെങ്കിലും അത് കേട്ട് ചുമ്മാ ഇറങ്ങി പോരുവോ? ഞങ്ങൾ ഇടപെടായിരുന്നു എന്താ വെച്ചാല് പെൺപിള്ളേര് നിന്നോണ്ടാ. അവരയാളുടെ മണികളാ. അവരുടെ മുമ്പ് വെച്ച് അയാളുടെ അടുത്ത് ചൂടായ നമ്മുടെ വോട്ട് പോവും. നമുക്ക് അയാളെ ഒറ്റയ്ക്ക് കിട്ടും. അപ്പു വിഷമിക്കണ്ട, ഞങ്ങൾ ചോദിച്ചോളാം. അതൊന്നും വേണ്ടേ, അയാൾ കുറച്ച് വിവരമുള്ള പാർട്ടിയാ. അതാ അയാളുടെ തണ്ട്. അയാൾ മാത്രമേ ഒരു ബുദ്ധിജീവി ഉള്ളൂ എന്ന് അയാളുടെ വിചാരം.
എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ ചീത്തയാവണത്? പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നതാ അപ്പു? നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞങ്ങൾ ഫീൽ ചെയ്യത്തില്ലേ? അപ്പു, നീ ഇങ്ങനെ ഒറ്റയിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാ നിന്നെ എല്ലാരും ഇൻസൾട്ട് ചെയ്യുന്നത്. നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്നെ പോലുള്ള ബുദ്ധിയുള്ള രാഷ്ട്രീയ രംഗത്ത് വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാൻ വന്നിട്ടെന്തിനാ നിങ്ങളുടെ ഉള്ള ഓട്ടോടെ കളയണത്? അതെ, ഈ ആനയ്ക്ക് ആനയുടെ ശക്തി അറിഞ്ഞൂടാന്ന് പറയുന്ന പോലെയാ. നമ്മളെല്ലാം ഒന്നാണെന്നറിഞ്ഞ പിന്നെ ഒരുത്തനും നിന്റെ നേരെ നോക്കുകയല്ല. തമാശകളാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ ഇത്തവണ ഇലക്ഷന് നീ കാര്യമായി രംഗത്തിറങ്ങണം. അപ്പൂന് എന്ത് സാധിക്കുന്നു എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണം. നമുക്കൊരു ചായ കുടിച്ചാൽ എന്താ? ഏയ് ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. വാളിയാ, ഈ അപ്പൂന്റെ കാര്യം ഒരു ചായ കുടിക്കാം. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പോയില്ലെന്നേ. എന്ത് പറ്റി? അപ്പോഴേക്കും പറ പണി, എന്ത് പറ്റി? അപ്പോഴേക്കും തൊടാൻ പാടില്ലാണ്ടായി. കോളേജിൽ ഇലക്ഷൻ വരാൻ പോവാ. ഇനി കുറച്ചാളും കൂടി കഴിഞ്ഞ് ആകെ ബഹളാവും. കഴിഞ്ഞ വർഷം ഇലക്ഷൻ അല്ലേ തല്ലും വഴക്കുണ്ടായത്? ആർക്കാണ്ടൊക്കെ കുത്തും കൊണ്ടില്ലേ? ഇത്തവണയും തല്ലും കുത്തുണ്ടാവോ? ചിലപ്പോ. എങ്ങനെ എപ്പോഴാ തല്ലുണ്ടാവുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഒക്കെ പെട്ടെന്നായിരിക്കും. എന്തിനാ ഈ വഴക്കുണ്ടാവുക? എനിക്കറിഞ്ഞൂടാ. ഇലക്ഷൻ കാലത്ത് ഞാൻ കോളേജ് പോകാറില്ലല്ലോ. അത് നന്നായി. അപ്പോട്ടും പോയാൽ തല്ലുകൂടുന്നുള്ള 3 തരാ. അതൊന്നുമില്ല. ഇത്തവണ പോയി നോക്കണം. അവരെന്നെ വിളിക്കണുണ്ട് ഇലക്ഷൻ വർക്കിനെയല്ല. വെറുതെ വയ്യാവലിക്കൊന്നും പോണ്ടാട്ടോ. ഞാൻ പ്രവർത്തനത്തിനും പോവില്ല. പ്രായമുണ്ടോ കണ്ട അവളമാരുടെ അവന്മാരുടെ കോട്ട് വേണ്ടി കിടക്കാൻ? നേരെ ഒരുപാടായി, നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. അപ്പേട്ടനെ കാണാനില്ലല്ലോ എന്ന് അമ്മ എപ്പോഴും പറയും. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കൂടിയും കുറഞ്ഞിരിക്കണോ? ഡോക്ടറെ കാണാൻ ഏട്ടൻ പറഞ്ഞ അമ്മ കേക്കില്ല. അമ്മയ്ക്ക് വാസവൈദ്യരെ മാത്രമേ വിശ്വാസമുള്ളൂ. നീ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പു, 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 എനിക്ക് പെൻഷനാകാൻ 3 വർഷം കൂടിയേ ഉള്ളൂ എന്നറിയാമല്ലോ. അതിനിടയിൽ സമയം പാഴാക്കാതെ പഠിച്ചൊരു നിലയിലെത്തിയാൽ നിനക്കും കുടുംബത്തിനും നല്ലത്. പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം. എങ്ങനെയെങ്കിലും അവധി എടുത്തു വരണം. അവിടുത്തെ വാർത്തകൾ കേട്ടിട്ട് എനിക്ക് യാതൊരു സമാധാനവുമില്ല. കിടന്നാ ഉറക്കം വരണില്ല. ഇവിടുത്തെ ചുറ്റുപാടാണെങ്കിൽ വീർപ്പ് മുട്ടിക്കുന്നതാണ്. അമ്മായിയുടെയും സാവിത്രിയുടെയും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും സഹിക്കാവുന്നതിലപ്പുറത്താണ്. അപ്പുവിന്റെ നടപ്പ് കാണുമ്പോഴുള്ള ആദ്യം മറ്റൊരു വശത്ത്. എന്താ അവന്റെ ലക്ഷ്യമെന്ന് ഒരു രൂപമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അച്ഛനോളം ആത്മീയശക്തി എത്ര ആയാലും അമ്മയ്ക്കുണ്ടാവൂ. എത്രയും വേഗം വരണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, വല്ലാതെ ഒറ്റയ്ക്ക്. അപ്പു, നിന്നെ എവിടെയല്ല അന്വേഷിച്ചു ഞങ്ങള്? വാ. എങ്ങോട്ട്? സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുക. ഞാൻ എന്തിനാ പറഞ്ഞേ? എന്താ അളിയാ ഒരു മാതിരി? പ്രസിഡന്റിനെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. മന്ത്രിമാരെ പോലും കാണാൻ സമയമില്ലാത്ത ആളാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വാ അപ്പു. മുതലാളിയല്ലേ? ഞാൻ ശശി, അഞ്ചൽ ശശി. നമസ്കാരം. ഞാനിന്ന് രാവിലെ എത്തി. പിന്നെ മുതലാളി, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. നമ്മുടെ പിള്ളേരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എത്ര വേണ്ടി വരും? 5000. തൽക്കാലം ഒരു 2 മതിയാവും. 2000 അല്ല, 20,000. അതൊക്കെ ഉണ്ടാവും. മുതലാളി നോക്ക്, കഴിഞ്ഞ കൊല്ലം 16 ലക്ഷമല്ലേ വെട്ടിച്ചത്. ഒരു തെറ്റിദ്ധാരണയില്ല. കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. വേണ്ടി വന്നാൽ പുറത്തെടുക്കാൻ. അങ്ങനെ വഴിക്ക് വാ കൊച്ചു കള്ള.
അപ്പോ അവർ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരും. ഓക്കെ. അപ്പോ നാളെ കാലത്ത് തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. 5000 നിങ്ങൾ എടുത്തിട്ട് ബാക്കി 15 എൻ്റെ അക്കൗണ്ടിൽ അടച്ചേക്കണം. പിന്നെ ചെക്ക് വാങ്ങരുത്. ക്യാഷാണ് തരുന്നതെങ്കിൽ കള്ളനോട്ടാണോ എന്ന് ചെക്ക് ചെയ്തോണം. ആ എല്ലാവരും പറയുന്നത് കേട്ടപ്പോ അപ്പൂന് കുറച്ചുകൂടി പ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ഹീ ലുക്സ് വെരി ജെന്റിൽ ആൻഡ് സ്മാർട്ട്. നല്ല കുട്ടി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ്റെ അമ്മ, അമ്മായി. അച്ഛൻ പട്ടാളത്തില, പഞ്ചാബിൽ. ആഹാ, മാതൃഭൂമിയുടെ മാനം കാക്കുന്ന ഒരു ധീര ജവാന്റെ പുത്രനാണ് എന്റെ മുന്നിൽ ഈ ഇരിക്കുന്നത്. വണ്ടർഫുൾ. വെറുതെയല്ല അപ്പൂത്ര ധീരനായത്. പക്ഷെ അപ്പൂന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. ചുമ്മാ വരണം അപ്പൂ. നോക്കപ്പൂ, ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. ഒരു അനാഥനായ എനിക്ക് ഇവിടെ വരെ എത്താമെങ്കിൽ ഒരു ധീര ജവാന്റെ പുത്രനും ബുദ്ധിമാനും ധീരനുമായ അപ്പൂന് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നാൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ ആകാം. എനിക്ക് വേണ്ട. തീർച്ചയായും കുടിക്കരുത്. മദ്യം വിഷമാണ്. പൊതുപ്രവർത്തകൻ ഒരിക്കലും മദ്യപിക്കരുത്. ഇത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയല്ലേ, ആ സന്തോഷത്തിന് ഒരു പെഗ്, ഒരൊറ്റ പെഗ് മാത്രം, നോ മോർ. എനിക്കൊരു ലൈം ജ്യൂസ്. അതെങ്ങനെ മക്കളെ ശരിയാവുക? അമ്മായിയുടെ കാലശേഷം എന്ന് വെച്ചാ മതി. കുടുംബ സ്വത്തല്ലല്ലോ. അമ്മാവൻ അമ്മായിയുടെ പേർക്ക് വാങ്ങിച്ചതല്ലേ. അമ്മായിക്ക് എന്താ വേണ്ടത് ചെയ്യാന്നേ. ഞാൻ വക്കീലിനോട് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞതല്ലേ. നീ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കറിയോ, പണ്ടിവിടെ ഇടിഞ്ഞു പൊളിയാറായ ഒരു ചെറിയ വീടായിരുന്നു. അത് പുതുക്കി പണിത് ഈ നിലയിലാക്കിയത് അവൻ ഒരുത്തനാ. അതിപ്പോ ഇവൾക്ക് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുക? 16ാമത്തെ വയസ്സിലാവ നാട് വിട്ട്. അന്ന് ഇവൾക്ക് 6 വയസ്സ് തികയില്ല. അച്ഛനും പോയി. ക്ഷാമകാലം. അവന്റെ ഒരുത്തന്റെ മിടുക്കുകൊണ്ടാ ഇവളും ഞാനും ഇന്ന് ഈ നിലയിൽ ഇവിടെ കഴിയണേ. പിന്നെ കല്യാണ കാര്യത്തിന് മാത്രമേ അവനെന്നെ അനുസരിക്കാണ്ടിരുന്നിട്ടുള്ളൂ. അതിപ്പോ അവന്റെ കുറ്റമല്ല, വിധി. വിധിയോ? കണ്ണും കൈയും കാണിച്ച് മയക്കി എടുത്തതല്ലേ ആ മൂദേവി? ആ മൂദേവിക്ക് മോനും കൊടുക്കണോ അതോ ഈ വീട്ടിലെ ഏക സന്തതിക്ക് കൊടുക്കണോ? അത് തീരുമാനിച്ചാ മതി. അമ്മായിക്കൊരു അവശത വന്ന സ്വന്തം മോളല്ലേ നോക്കാനുണ്ടാവൂ, അല്ലടി? അത് പിന്നെ ഞാൻ നോക്കണ അത്രയും വരുമോ വല്ല പെണ്ണും നോക്കിയാ? ദേ പിന്നെ നിങ്ങൾ നോക്കിയേ, ഞാനേ വീടും കുടുംബമില്ലാത്തവനായിട്ടല്ല, നല്ല അസല് കാടിക്കുറിപ്പാ. ഈരേഴത്ത് തറവാട്ടിൽ ഇന്നും 50 ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നിങ്ങളുടെ മോനെ പോലെ വീടും കൂടി ഇല്ലാത്തൊരു പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയാലേ എന്റെ അമ്മ ചൂലെടുക്കും. ഇല്ലടി? നീ കണ്ട? അല്ലെങ്കിൽ തന്നെ വന്നു കയറിയ പെണ്ണിന് തറവാട് കൊടുക്കുന്നത് നായന്മാരുടെ ഇടയിൽ കേട്ടുകേൾവി ഇല്ല. ഇതെന്താ മാപ്പിള കൂടിയാ? അയ്യേ. വീട് നിങ്ങൾക്ക് തന്നെ തരാം. എന്തായാലും അവനറിയാതെ ഞാൻ ഒപ്പിടില്ല. മാത്രമല്ല മുഴുവൻ സ്വത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ലക്ഷ്മിക്കാണെങ്കിൽ ഒരു പുല്ലും ഇല്ല. അവനെ അവളെ വഴിയാധാരമാക്കാൻ പറ്റുമോ എനിക്ക്? ആദ്യം പറ്റത് അവനെയല്ലേ. കണ്ടോടി, മുഴുവൻ ചോദിച്ചോണ്ടല്ലേ ഇത്രയെങ്കിലും ഒത്തേ. എന്ത് ബുദ്ധി എന്റെ കുട്ടന്! കളിയാക്കലടി. കമ്പി കിട്ടിയപ്പോ ഞാൻ പേടിച്ചു കേട്ടോ. അല്ല, എത്രയാ? 10 റുപ്യ. ഞാൻ ഗൾഫിൽ നിന്നൊന്നും വരില്ല കേട്ടോ, ഇവിടെ പട്ടാളത്തിലാ. അയ്യോ ഏട്ടൻ, ഏട്ടൻ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണോ? കഴിഞ്ഞ ഓണം വന്നപ്പോ എന്തോ ഒരു തടിയായിരുന്നു. ഇവിടെ എന്റെ മേല് മുഴുവൻ വേദനയാ.
ബർത്തും സീറ്റും ഒന്നും കിട്ടിയില്ലെന്നേ. ഇറ്റാർജി വരെ നിൽക്കുകയായിരുന്നു. ഞാൻ പിടിച്ചോളാം വേണ്ട. ഏട്ടാ, ഞാൻ പിടിച്ചോളാം. വേണ്ട, വാ. ഐ, ഇടിക്കാണ്ട് പോകുന്നേ. അപ്പു, നിന്നെ എവിടെയല്ല അന്വേഷിച്ചു ഞങ്ങള്. ആ രാജൻ മേനോനില്ലേ, SSUവിന്റെ നേതാവ്, അവൻ ഗോപിനാഥ് സാറുമായിട്ട് ആ സ്റ്റാഫ് റൂമിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ. പുറത്തു നിന്നുള്ള ഗുണ്ടകളും നേതാക്കളും കോളേജിനകത്ത് കയറി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. എല്ലാ വർഷവും അവരിത് പതിവുള്ളതാ. പുറത്തു നിന്നുള്ളവരും പഴയ നേതാക്കളും വന്ന് കോളേജിനകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിസു. നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കണം. രാജമേനോന് നിനക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. ഗോപിനാഥ് സാറല്ലേ എന്റെ ശത്രു, അയാളെ നമുക്കൊന്ന് ശരിയാക്കണം. വാ. വാന്നേ, അതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അത് ശരിയായ ഏർപ്പാടല്ല, അതുകൊണ്ടാ പറഞ്ഞത്. രാജൻ, 71 കൽക്കട്ട കണ്ടവനാണ് ഞാൻ. സ്വന്തം അനിയനെ കൺമുന്നിലിട്ട് കുത്തിക്കൊല്ലുന്നത് നിസ്സഹായനായി നോക്കി നിന്നവനാണ് ഞാൻ. താൻ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കരുത്. മാഷേ, ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാര്യങ്ങളെ കാണുന്നതുകൊണ്ടാണ് മാഷ് ഇത്ര സെന്റിമെന്റൽ ആവുന്നത്. മാഷെ പോലുള്ള വ്യക്തിവാദികൾക്ക് എന്നും പറ്റാറുള്ള പാളിച്ചയാണിത്. വർഗസമരത്തിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരം കാര്യങ്ങളെ കാണാൻ. അതാണ് ശരി, സത്യം. യു ആർ റിയലി ക്രൂവൽ. അബ്സല്യൂട്ട്ലി നോ സർ. ഇൻ ഇറ്റ്സ് എക്സ്ട്രീം എവറിങ് ബിക്കംസ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. മനുഷ്യവർഗത്തോട് മുഴുവനുള്ള ഞങ്ങളുടെ കാരുണ്യം മാഷപ്പോലുള്ള വ്യക്തിവാദികളായ അരാഷ്ട്രീയ ബുദ്ധികൾക്ക് ക്രൂരതയായി തോന്നുന്നതിൽ യാതൊരു അത്ഭുതമില്ല. രാജൻ, ഞാൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യുകയാണ്. എനിക്കൊരപേക്ഷയുണ്ട്. ഈ വർഷമെങ്കിലും ഈ കോളേജിൽ നിങ്ങൾ ചോര വീഴ്ത്തരുത്. രക്തപങ്കിലമല്ലാത്ത ഒരു വർഷമെങ്കിലും എന്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മരിക്കുമ്പോഴെങ്കിലും എനിക്ക് അഭിമാനിക്കാൻ പ്ലീസ്. ഇതെന്നാ സാറേ, കളി ഇത്രത്തോളമായോ? പുറത്തു നിന്നുള്ള ഗുണ്ടകളെ കോളേജിനകത്ത് കിടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിനകത്ത് വിളിച്ചിരുന്നോ? ജെയിംസ്, മിസ്റ്റർ ജെയിംസ്, ഞാൻ ഗുണ്ടായുസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും വന്നതല്ല. മാഷ കാണാൻ മാത്രം വന്നതാ. പഴയ ഗുരുശിക്ഷ ബന്ധം ഒന്ന് പുതുക്കാൻ, അത്ര തന്നെ. താൻ ഉടനെ കോളേജിന് വെളിയിൽ പോണം. നോ, നിങ്ങൾ നമ്മളുടെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷെ രാജന്റെ ഗസ്റ്റാണ്, അയാളെ ഞാൻ പുറത്തു വിട്ടോളാം. അല്ല, സാറവരുടെ ആളാണെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഞങ്ങൾ പ്രിൻസിപ്പലിനെ കണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് വരുന്നത്. ബഹളം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പറഞ്ഞത് സത്യമാണ്. ഞാൻ പോവുക. രാജൻ, എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. പൊളിറ്റിക്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ പൊളിറ്റിക്സിൽ നിന്ന് വിട്ട് വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് മരിക്കും മുമ്പെങ്കിലും മാഷ് മനസ്സിലാക്കിയാണെന്ന്. പ്രസംഗിക്കാതെ പോടാ. ആദ്യമായിട്ടാണ് സാറേ. ജെയിംസ്, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ തീർത്തു പറഞ്ഞേക്കാം. ഈ അപ്പൂനെ പോലെയുള്ള റൗഡി എലിമെന്റ്സിനെ കൂട്ടുപിടിച്ചാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞേ, അപ്പു. ഇരുന്നോ. 19 പേരെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു മാഷേ. അപ്പുവിന്റെ പ്രായമുള്ള ഒരുത്തിന് മുഖം കണ്ടാ സഹിക്കില്ല. ഇങ്ങോട്ട് തരൂ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഞാൻ കൊണ്ടുപോയി കൊടുത്താ എന്താപ്പോ? ഞാനല്ലേ എന്ന് ഏട്ടന്റെ കാര്യം നോക്കിയിരുന്നത്. ഏട്ടത്തിയമ്മ എന്നാ വന്നത്? അഹിംസയെ കുറിച്ച് മാഷ് പണ്ട് പഠിപ്പിച്ചതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കും. ഞാൻ പണ്ട് പഠിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നടോ. അതെന്താ മാഷേ? അത്രയ്ക്ക് വഷളായിരിക്കണം ഈ നാട്ടിലെ സ്ഥിതി. ആയുധം തൊടില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഭഗവാൻ പോലും അവസാനം സഹികെട്ട് ചക്രായുധം എടുത്തില്ലേ? അതായിരുന്നു ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരുന്നെന്നാ എനിക്കിപ്പോ തോന്നണേ. ലക്ഷ്മിക്കുട്ടി എവിടെ? അകത്തെങ്ങാനും കാണും. എടോ, പട്ടാളക്കാരൻ അവധിക്ക് വന്ന ചായ തരിക. വീരുകളൊന്നും താൻ കൊണ്ടുവന്നിട്ടില്ലേ? മാഷേ, മദ്യം വിഷമാണെന്ന് മാഷല്ലേ എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഇന്നും മദ്യം തൊടില്ല. ഞാൻ കുറേശ്ശെ മദ്യപിക്കാൻ തുടങ്ങിയിടൂ. സ്വബോധത്തോടെ ഈ നാട്ടിൽ ജീവിച്ച ഭ്രാന്തെടുക്കും. അവന് പൊക്കം കുറച്ച് കൂടി അല്ലേ മാഷേ? അവൻ ആളും എടുക്കണ.
പക്ഷേ നിയന്ത്രണത്തിന്റെ അല്പം കുറവുണ്ട്. അങ്ങോട്ട് എഴുന്നേക്കൂ. ഓ, എന്ത് കടപ്പാ ഇത്? നിങ്ങൾ ചേട്ടനോട് സംസാരിച്ചോ? ഞാൻ എന്തിനാ സംസാരിക്കണേ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്തിനാ സംസാരിക്കണമെന്നോ. നിന്റെ ആങ്ങളല്ലേ, നീ അല്ലേ സംസാരിക്കണ്ടേ? ഷോ, ഞാൻ പറയില്ല, എനിക്ക് വയ്യ. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ പറയണേ ശരിയാണോ? ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, അമ്മായിയോട് എന്ന് പറയാൻ പറ. ആ, അയാളവിടെ എന്തെടുക്കുക? കുറുപ്പ് മാഷായിട്ട് സംസാരിച്ചിരിക്കുക. നീ ആ കഥ കടച്ചേ. എന്തിനാ കഥ കടക്കരേ? എന്തിനാന്ന്? അല്ലെങ്കിൽ ഞാനിപ്പോ അടക്കി. എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അമ്മയ്ക്ക് മറ്റാരുമില്ല, അത് മറക്കരുത്. എന്നെ അപ്പൂനെ അങ്ങോട്ട് കൊണ്ടുപോകൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല കുട്ടി. നിനക്കറിഞ്ഞുകൂടെ അവിടുത്തെ സ്ഥിതിഗതികൾ? ഇവിടെ കിടന്ന് അവൻ നശിച്ചു പോവും. അറിഞ്ഞൂടെ ഇവിടുത്തെ കാര്യങ്ങൾ? സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ അവനെ അങ്ങോട്ട് കൊണ്ടുപോവാൻ. അവിടെ പഠിപ്പിച്ചാൽ മതിയെന്ന്. ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. അവൻ നന്നാവട്ടെ എന്ന് കരുതി. അമ്മ പെറ്റ് അച്ഛൻ വളർത്തണമെന്ന കാരണവന്മാർ പറയാറ്. ഇവിടെ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് എന്റെ മുമ്പ് വഷളായി. അതൊന്നുമില്ല മോളെ, നീ വിഷമിക്കാതിരിക്കേ. ഇനി 3 കൊല്ലം കൂടല്ലേ ഉള്ളൂ. 3 ദിവസം സഹിക്കാൻ വയ്യ അവിടെ എനിക്ക്. ഓർമ്മയുണ്ടോ, എന്റെ അമ്മ മരിച്ച് പെല പോലും കഴിയണതിന് മുമ്പ് എന്നെ കൈപ്പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അന്ന് ഞാൻ കരുതി ഒരു നെല്ലുകുത്തുകാരിയുടെ മോക്ക് ഇതിലപ്പുറം എന്ത് ഭാഗ്യം ഉണ്ടാവാനാന്ന്. ഇപ്പൊ തോന്നണം ആ വരൽപ്പറയത്തിന് കിടക്കായിരുന്നു ഇതിലും ഭേദം. ലക്ഷ്മി, നമ്മുടെ അപ്പം നല്ല കുട്ടിയാവുമോ? ആകണം. നീയെങ്കിലും ആരെയും കൊന്നിട്ടില്ലല്ലോ. വയസ്സ് 70 കഴിഞ്ഞെനിക്ക്. എന്റെ കാലശേഷം നിങ്ങൾ തമ്മിൽ തല്ലുകൂടുകയെന്ന് വെച്ചാ അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാ പറയണേ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ എന്തായി പറയണത്? അമ്മ കഴിഞ്ഞ ഒന്നും മറക്കരുത്. ഒരു പൊതി ചോറും 8 അണയും തന്ന് 16-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നെ പടികടത്തി വിട്ടതല്ലേ? ഒടുവിൽ എല്ലാ പാടും കഴിച്ചുകൂട്ടി വരുമ്പോ കേറിക്കിടക്കാൻ ഒരു സ്ഥലമെങ്കിലും ഉണ്ടാവില്ലോ എന്ന് മാത്രമായിരുന്നു ആശ്വാസം. അതും നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്താൻ പോവാ അല്ലേ? സാവിത്രി നിർബന്ധിക്കുമ്പോ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ മോനെ? സാവിത്രിക്ക് എന്തറിയാമേ? എല്ലാം അറിയാവുന്ന അമ്മയ്ക്കല്ലേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? എന്റെ ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ ചെലവാക്കിയത്. അമ്മാവന്റെ ബാധ്യത ഞാൻ ഒഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയും മോളും പണ്ടേ വഴിയാതരാവില്ലായിരുന്നോ? 10 കൊല്ലം കൊണ്ടല്ലേ ഞാൻ കടം വീട്ടിയത്. അവസാനത്തെ തൊള്ളി ചോരയും കൂടി ഊറ്റിയിട്ടല്ലേ ഞാൻ വീട് പുതുക്കിയത്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാൽ തന്നെ എന്താ ചെയ്യാൻ കഴിയാ? നീ പണം ചെലവാക്കിയതിന്റെ രേഖ വല്ലതും ഉണ്ടോ? രേഖയോ? സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തിന് രേഖ സൂക്ഷിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നമ്മേ. ഇങ്ങനൊരു ഘട്ടം വരുന്ന ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിരുന്നില്ല. ഒക്കെ എന്റെ തെറ്റായിരുന്നമ്മേ. വല്ല വഴിയരികിലും ചെറ്റയും കുത്തി കിടക്കേണ്ടവരായിരുന്നു നിങ്ങൾ. ഞാനൊരു പോങ്ങൻ നായരായിപ്പോയി. അമ്മയും പെങ്ങളും എന്ന വിചാരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വിധിച്ചത് ദുരിതം മാത്രമായിരിക്കണം. നോക്കട്ടെ എവിടം വരെ എത്തുമെന്ന് കാണാം.
കരയല്ലേ? ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല, അവരോട് ഭഗവാൻ ചോദിച്ചോളൂ. ഇനിയുള്ള 3 കൊല്ലം കൊണ്ട് ഞാൻ എന്തുണ്ടാക്കാനാ ലക്ഷ്മി? പെൻഷൻ ആവുമ്പോ കുറച്ച് കാശ് കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്കൊരു കൊച്ചു വീട് ഉണ്ടാക്കാം. കെട്ടിക്കാൻ പെണ്ണൊന്നും ഇല്ലല്ലോ നമുക്ക്. നോക്കൂ, വല്ലവരുടെ വീട്ടിലാണ് ഞാൻ ജനിച്ചത്, വല്ലവരുടെ വീട്ടിലാ വളർന്നതും, ഇന്നും വല്ലവരുടെ വീട്ടിലാ കിടക്കണ. എനിക്ക് എവിടെയായാലും ഒരു വിരോധമില്ല. ജീവിക്കാൻ നമ്മൾ മറന്നുപോയി ലക്ഷ്മി. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കണമെന്നല്ലേ ഉള്ളൂ. നമുക്ക് ഗുരുവായൂർ നടയിൽ പോയി ഭജന ഇരിക്കാം. അപ്പോനെ നമുക്ക് പട്ടാളത്തിൽ ചേർക്കാം. ലക്ഷ്മി, ലജ്ജാവഹം. അപ്പൂനെ കുറിച്ചുള്ള ഞങ്ങളുടെ സകല ധാരണകളും തെറ്റിപ്പോയി. ഒരു കത്തി കണ്ടപ്പോഴേക്കും പേടിച്ച് വിറയ്ക്കാൻ മാത്രം ഭീരുവാണ് അപ്പു എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനിയിപ്പോ രാജൻ മേനോൻ അവന്റെ കളി കളിക്കും. ഇത്തവണയും അവൻ വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുഴയും സോമ. ഇത്തവണ രാജമേനോൻ ഒരു വർക്കും ചെയ്യാൻ പോകുന്നില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ ഒരു ഇഷ്യൂ ആക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. സോമനെ നോക്കി വെച്ചാ മതി. ആ അപ്പു ആള് മഹാപശ, അവൻ രംഗത്തിറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അവന്റെ പത്തി മടക്കി വിടണം. അവനെ നമുക്ക് ഒതുക്കാം. പ്രിൻസിപ്പാളിനെ കാണണം. 2 ഡിമാൻഡുകൾ മുമ്പോട്ടിരിക്കണം. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. ഗോപിനാഥ് സാറിനെ തന്റെ അപ്പുവിനെ സസ്പെൻഡ് ചെയ്യുക. ഞാൻ ഈ കോളേജിലെ പ്രിൻസിപ്പാളാണ്. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ സാറ് മാത്രം തീരുമാനിച്ചാൽ പാടുള്ളൂ. ഞങ്ങൾ എന്തിനാ വരുന്നത്? ഞങ്ങൾക്കറിയണ്ട് ഗോപിനാഥ് സാറിനെ തല്ലി അപ്പുവിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. സാധ്യമല്ല. പ്രൊഫസർ ഗോപിനാഥന് പരാതി ഇല്ലാത്തടത്തോളം കാലം അതിന്റെ ആവശ്യമില്ല. ഓഹോ, ഉറപ്പിച്ചോ? യെസ്. സാറപ്പ അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അത് ഒഴിവാക്കാനാണ്. അപ്പുവിനെ സസ്പെൻഡ് ചെയ്താൽ അവന്മാര് ബഹളം ഉണ്ടാക്കും. സാറിന് അപ്പൊ അവന്മാരെ പേടിയുണ്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം സാർ അവന്മാരുടെ ആളാണെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രൊഫസറെ തല്ലി അപ്പുവിനെ പുറത്താക്കാതെ കോളേജ് നടത്താമെന്ന് സാറ് കരുതണ്ട. കത്തിക്കും ഞങ്ങൾ. സാറിന്റെ പൊടി പോലും ബാക്കി വെച്ചേക്കില്ല. നന്ദകുമാർ, ബഹളം ഉണ്ടാക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയല്ലേ. അപ്പുവിനെ ഇന്ന് എന്നെ സസ്പെൻഡ് ചെയ്തേക്കാം. അപ്പോ അപ്പോ എന്താ, എന്തു പറ്റി? അവനവിടെ അപ്പോ എന്താടാ ഇത്? മുപ്പത് കൊല്ലം കാട്ടിലും മലയിലും ചൂടിലും മഞ്ഞിലും വണ്ടിക്കാളെ പോലെ ഞാൻ വലിച്ചു നടന്നു. ഒരു നേരം മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ, ഒരു രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാതെ 20 കൊല്ലക്കാലമായിട്ട് നീ മാത്രമായിരുന്നു എന്റെ ഒരേ ഒരു പ്രതീക്ഷ. ഒടുവിൽ നീ എനിക്ക് തന്ന പ്രതിഫലമായി. അച്ഛാ, അത് പിന്നെ ഞാൻ നാളെ എനിക്ക് പോണം. ഉള്ളിൽ തീയുമായിട്ട് ഞാൻ പടിയിറങ്ങണം. അല്ലടാ, അയ്യോ, എന്താ കാര്യം എന്ന് പറയൂ. നിന്റെ പുന്നാര മോനെ കോടതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അമ്മ ഇത് സാരമില്ല. ഇലക്ഷൻ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓഹോ, നാട്ടിലും വീട്ടിലും കഴിഞ്ഞ് കോളേജിലും തുടങ്ങിയോടാ നിന്റെ തോന്നിയാസം. വെറുതെ വെച്ചെടുക്കണ്ട. എന്റെ കാര്യം ഞാൻ നോക്കണം. ഇവനെ ഞാൻ തന്നെ ഒന്നും ഞാൻ നോക്കില്ല. എന്തൊരിപ്പായത്? നീ വിഷമിക്കാനിടേ അപ്പു. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ എത്ര പ്രാവശ്യം ഹോസ്റ്റലിൽ വന്ന് കിടന്നിട്ടുണ്ടെന്ന്. ഒടുവിലൂടെ സ്ഥിര താമസമായി. നമ്മുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല അപ്പു. ആ, അതിനെയാ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്.
അപ്പൊ സാറെന്നാ തീരുമാനിച്ചു? വാട്ട് ഡു യു മീൻ? ഞാൻ എന്ത് തീരുമാനിക്കാൻ? ഒരു പ്രൊഫസറെ തല്ലിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനേക്കാൾ കുറഞ്ഞ എന്ത് ശിക്ഷയാണ് ഹേ കൊടുക്കേണ്ടത്? പ്രൊഫസറെ തല്ലിയ സസ്പെൻഷൻ, അപ്പൊ പ്രിൻസിപ്പാളെ തല്ലിയാലോ? നിങ്ങൾ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കണം. സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും SSUക്കാർ തയ്യാറല്ല. അപ്പൊ സാർ SSUക്കാരുടെ ആളല്ലേ? ആരുടെ ആളായിട്ടല്ല, ഞാനും ഒരു മനുഷ്യനാണ്, വീടും കുടുംബവും ഉള്ളവനാണ്. വയസ്സുകാലത്ത് വീടും കുടുംബമായിട്ട് ഇവിടെ കഴിയണോ അതോ അങ്ങ് കാസർഗോഡ് പോയി കിടക്കണോ? ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചോളാം. വാ ജെയിംസ്, എന്നെ വലയ്ക്കരുത്. 59-ലെ വിമോചന സമരത്തിൽ ഉറച്ചു നിന്നവനാ ഞാൻ. ഞാൻ നിങ്ങളുടെ ആളാ. അതായിരുന്നു അതിന്റെ ഒരു ലൈൻ. സമ്മതിച്ചോ? അയാളുടെ മുത്തപ്പൻ സമ്മതിക്കും, പിന്നല്ലേ? കുഴിവേലി പുള്ളിയെ ശരിക്കും ഒന്ന് വിരട്ടി ഏറ്റു. ബാ, ആദ്യം അയാൾ കാണിച്ച ജാടേ, അതൊക്കെ അയാളുടെ ഒരു നമ്പരല്ലേ. എവിടെ ഈ നമ്പരൊക്കെ നമ്മൾ കുറെ കണ്ടതാ. പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത്, അല്ലാണ്ട് ഇപ്പൊ എന്താ? ആ അസുരവത്തിനെ പുന്നാരിച്ച് തലയെ കയറ്റുമ്പോഴേ ഓർക്കേണ്ടിയിരുന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ മൂദേവി നീ? ഈ തൊള്ള നാശം. വരൂ അപ്പേട്ടന്റെ അമ്മേ, എന്താ ഇത്? വേണ്ട മോളെ, എത്ര ദിവസം ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് കിടക്കുക? വരൂന്നേ. മോള് പൊയ്ക്കോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട, ഇന്നലെ ഇങ്ങനെയാ പറഞ്ഞത്. ഞാൻ പോയിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ. ഇനി അപ്പേട്ടന്റെ അമ്മ ഉണ്ടിട്ടാ ഞാൻ ഇവിടുന്ന് പോവും. വെള്ളം പോലെ ഇറങ്ങണില്ല മോളെ എനിക്ക്. മൂർഖനെ പെറ്റാലും മുള്ളിൽ പോണത് കാണുമ്പോ സഹിക്കോ? ദേഷ്യം തീരുമ്പോ അപ്പേട്ടൻ വരുന്നേ. ഇങ്ങോട്ട് വരാതെ വേറെ എവിടെ പോവാനാ? അപ്പേട്ടന്റെ അമ്മ വിഷമിക്കണ്ട. ലക്ഷ്മി, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. വയറ്റിൽ കാറ്റ് കയറുമ്പോ അവനിങ്ങ് പോരുന്നേ. ഹോസ്റ്റലിൽ എന്നും ചോറ് കൊടുക്കാൻ അവൻ ആരെങ്കിലും ഇരിപ്പുണ്ടോ? എത്ര ദിവസമായി പറയണു ആരെങ്കിലും പോയെന്ന് വിളിക്കാൻ? അല്ലെങ്കിൽ ഞാൻ പോവാം അങ്ങോട്ട്. ഞാൻ പോയി വിളിച്ചാൽ അവൻ വരും. വല്ലാത്തൊരു വിധി തന്നെയാണ് ഇത്. പ്രഷറിന്റെ അസുഖമുള്ളതല്ലേ നീ ഇങ്ങനെ വിഷമിച്ച് വല്ലതും വരുത്തി കൂട്ടിയ അതുമായി. എന്റെ ഈശ്വര, ഇതൊക്കെ ദുരിതം കാണോ വരുത്തി വെക്കാൻ പോകുന്നത്. ഞാൻ ഏട്ടനോട് പറയാൻ പോയി വിളിക്കാൻ. ഏട്ടൻ വിളിച്ചാ അപ്പേട്ടൻ വരാണ്ടിരിക്കില്ല. ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. അവന് തലയ്ക്ക് ഭ്രാന്താ. ഇപ്പൊ കുറെ അലവലാതി രാഷ്ട്രീയക്കാരുണ്ട് അവന് കൂട്ട്. അവരൊക്കെ എന്നും ഉണ്ടാവുന്ന അവന്റെ വിചാരം. അപ്പേട്ടന്റെ അമ്മയുടെ സ്ഥിതി പറയായിരുന്നില്ലേ ഏട്ടന്? ഒക്കെ പറഞ്ഞു നോക്കിന്നേ. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കണ്ടവന്റെയൊക്കെ ദുർമുഖം കാണേണ്ട കാര്യം എനിക്കെന്താ? പാവം, ആ ലക്ഷ്മിയുടെ കാര്യ കഷ്ടം. അല്ലെങ്കിൽ തന്നെ അവക്ക് പ്രഷറിന്റെ അസുഖം ഉള്ളതാ. ഞാൻ ആ കുറുപ്പ് മാഷോടൊന്ന് പറയാം. മുഴുത്ത ഒറ്റ കുറ്റി പോലുമില്ല. അറ്റം വരെയല്ലേ ഓരോരുത്തന്മാർ വലിച്ചു കയറുന്നത്. ഇന്നലെ രാത്രി ഒരെണ്ണം സൂക്ഷിച്ചു വെച്ചിരുന്നതാ, അതും ആരോ തപ്പിയെടുത്തു. ആ, ഇനിയിപ്പോ ഇതുകൊണ്ട് ഒപ്പിക്കാം. ഞാൻ പറയാൻ പോണ കാര്യം നിനക്കിഷ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നിന്റെ പ്രായത്തിൽ എനിക്കും മൂത്തോരുടെ ഉപദേശത്തോളം വെറുപ്പുള്ള മറ്റൊരു സംഗതി ഇല്ലായിരുന്നു. എന്താ പക്ഷേ? പറയാനുള്ളത് നിന്റെ കാര്യ. പക്ഷേ എന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം, അതാവും എളുപ്പം. മാഷ് പറയൂ. നിന്നെ കോളേജിൽ സസ്പെൻഡ് ചെയ്തില്ലേ? പക്ഷെ അവരെന്നെ തിരിച്ചിരുന്നു മാഷേ. എന്നെയും പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നോട്ട് തിരിച്ചെടുത്തിട്ടില്ല താനും. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്, വിദേശാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഒരു മഹാജനതയോടൊപ്പം സമരം ചെയ്തതിന്, അങ്ങനെ വല്ലതിനും ആണോ നിന്നെ സസ്പെൻഡ് ചെയ്തത്?
മോനെ, ഉപദേശത്തിന്റെ കുറവുകൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല. മരിക്കുന്ന നിമിഷം വരെ മനുഷ്യന് നന്നാവാൻ സമയമുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. എനിക്ക് അധികം നേരം നിൽക്കാൻ വയ്യ. മാഷക്കൊന്നും അറിഞ്ഞൂടാ. കൊല്ലത്തിലൊരിക്കലല്ലേ അച്ഛൻ വരേണ്ടത്. ഉപദേശവും ശകാരവും തല്ലുമല്ലാതെ സ്നേഹത്തോടൊരു വാക്കിന്നോളം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ പട്ടാളക്കാരുടെ ജീവിതം എന്താന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. 10-30 കൊല്ലം ഒറ്റയ്ക്ക് ഒരു സുഖവും ഇല്ലാതെ അന്യരാജ്യത്ത് കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ കരിങ്കല്ലായി പോവും. പക്ഷേ നിന്റെ അച്ഛൻ ഇപ്പോഴും കരിങ്കല്ലായിട്ടില്ല. തട്ടും പുറത്തിട്ട നാളികേരം പോലെ ഉണക്ക് കൂടുതലുണ്ടെന്ന് മാത്രം. നാളികേരത്തിന് ഉണക്ക് കൂടുമ്പോ മധുരവും കൂടും. അതുപോലെയാ നിന്നോടുള്ള അവന്റെ സ്നേഹം. ഞാൻ അവനെ മാത്രമല്ല നിന്നെയും പഠിപ്പിച്ചിട്ടില്ലേ കുട്ടിയെ? നിന്റെ വിഷമവും എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇപ്പോ നിന്റെ അച്ഛന്റെ വിഷമാ എനിക്ക് വലുത്. അത്രയ്ക്ക് വിഷമിച്ചിട്ടാ അവൻ പോയത്. നിന്റെ അമ്മ നീ പോയ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. അറിയോ നിനക്ക്? പ്രഷറിന്റെ അസുഖമുള്ള കുട്ടിയല്ലേ അവള്. അധികം മനസ്സ് വിഷമിച്ച എന്തും സംഭവിക്കാം. ആ വിവരം നിന്നെ അറിയിക്കാൻ വരാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് സുഖമില്ലേലും വെളുപ്പിനെ എണീച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി നിന്റെ ഇഷ്ടം. മായ്ച്ചളയോ? ഇല്ല. ഈശ്വര വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ ഇങ്ങനെ ഒരുത്തി തോന്നണേ. വിശ്വാസം ഉണ്ടാകും. നിന്റെ ഈശ്വരൻ എന്നെ തോന്നിപ്പിക്കാത്ത എന്താ? അതൊന്നും എനിക്കറിയില്ല. നല്ല ബുദ്ധി തോന്നണേന്ന് പ്രാർത്ഥിച്ചാ നല്ല ബുദ്ധി തോന്നും, അത്ര തന്നെ. അമ്മയോട് മിണ്ടിയോ? ഇല്ല. അമ്മ വെള്ളമെങ്കിലും കുടിച്ചോന്ന് ചോദിച്ചോ? മിണ്ടാടെ എങ്ങനെയാ ചോദിക്കാം? ദുഷ്ടനാ അപ്പൂട്ടൻ, മഹാദുഷ്ടൻ. ആഹാ, ഇന്നത്തെ ഊരുവീട്ടില് നേരത്തെ കഴിഞ്ഞോ? തോന്നുമ്പോ കേറി വരിക, തോന്നുമ്പോ ഇറങ്ങി പോവുക. ഇതെന്താ വഴിയമ്പല? എന്തേ കണ്ണിട്ട് പേടിപ്പിക്കൽ അൽപ്പായസുകാരാ? വെറുതെ മെക്കെട്ട് കയറാൻ പറഞ്ഞത്. മിണ്ടാണ്ടിരാ നിങ്ങളവിടെ. അയ്യടാ, മിണ്ടാണ്ടിരിക്കേ. ഇതേ നിന്റെ അമ്മയുടെ തറവാടൊന്നുമല്ല, എന്റെ വീടാ. അമ്മ ഇറങ്ങിയോ? ഇല്ല. അമ്മ വല്ലതും കഴിച്ചോ? ഇല്ല, നീ വരട്ടെ എന്ന് കരുതി. പനിയുണ്ടോ? വെറുതെ ക്ഷീണ. അമ്മ വരും, നമുക്ക് ഊണ് കഴിക്കാം. എന്തിനാടാ നിന്റെ അമ്മയെ നീ ഇങ്ങനെ തീതിയിട്ടിരിക്കുന്നത്? കണ്ണി ചോരയുണ്ടോ നിനക്ക്? നീ കാരണം ആദ്യ കയറി അവൾ അല്പായുസായി പോവുകയേ ഉള്ളൂ. വൈദ്യറിന് മരുന്നുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ കാണാറുന്നില്ലേ? നീ വിഷയം മാറ്റാതെ അപ്പു. നിന്റെ അച്ഛനും അമ്മയും
എത്ര നടക്ക് വഴുവാഴ് കഴിച്ചിട്ടാ നീ ഉണ്ടായെന്ന് അറിയോ നിനക്ക്? ഞാൻ എന്താ വേണ്ട അമ്മേ? എന്താ വേണ്ടെന്നോ? തല്ലും കൂട്ടവും തർക്കൂത്തരുമായിട്ട് നടക്കാണ്ട് അടങ്ങി ഒതുങ്ങി 4 അക്ഷരം പഠിച്ച് അവനോന്റെ കാര്യം നോക്കണം. ശരി അമ്മേ. എന്റെ മോനെ, തന്തയുടെയും തള്ളിയുടെയും ഗുരുത്വം അവര് ജീവിച്ചിരിക്കുമ്പോഴേ നേടാൻ പറ്റൂ. ഇണങ്ങാൻ വന്നിരിക്ക? ഓ പിന്നെ നിന്നോട് ഇണങ്ങിട്ട് എനിക്ക് വലിയ കാര്യമല്ലേ? എന്നാ പൊക്കോളൂ. ചീത്ത കുട്ടികളുടെ കൂട്ടി എനിക്ക് വേണ്ട. ഞാൻ ചീത്തക്കുട്ടി അല്ലല്ലേ? അച്ഛനെയും അമ്മയും അനുസരിക്കാണ്ടേ ഈശ്വരനെയും കൂടി പേടില്ലാണ്ട് തോന്നിയാസായിട്ട് നടക്കണവരല്ലാണ്ട് പിന്നെ ആരാ ചീത്തക്കുട്ടികള്? എനിക്ക് അപ്പുവിനോട് യാതൊരു വിരോധമില്ല. ഒരാൾ എന്നെ കയ്യേറ്റം ചെയ്താൽ തിരിച്ചടിക്കാനുള്ള ആരോഗ്യം എനിക്ക് എന്നുമുണ്ട്. പക്ഷേ ഏതൊരു തരം അക്രമത്തിനും ശക്തിയേക്കാൾ പ്രധാനം അത് ചെയ്യാനുള്ള മാനസികാവസ്ഥയാണ്. എനിക്കത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉണ്ടാകാനുള്ള വിവേകം എന്നോട്ട് അനുവദിക്കാറുമില്ല. സാർ, നോ, എന്നോട് മാപ്പ് ചോദിക്കരുത്. ഗോപിനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പുവിനോട് ക്ഷമിക്കാനാവും. പക്ഷെ ഗോപിനാഥൻ എന്ന അധ്യാപകന് ക്ഷമിക്കാനാവില്ല. തന്നോടുള്ള അനാദരവിനേക്കാൾ ഒരു അധ്യാപകന് ക്ഷമിക്കാനാകാത്ത തെറ്റ് ഒരു വിദ്യാർത്ഥി സ്വന്തം ബുദ്ധിശക്തി പാഴാക്കി കളയുന്നതിലാണ്. റിയലി യു ആർ ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ഈ വിഡ്ഢിത്തെല്ലാം അവസാനിപ്പിച്ച് അപ്പു പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാവണം. അന്നേ ഗോപിനാഥൻ എന്ന് പറയുന്ന അധ്യാപകൻ അപ്പുവിനോട് ക്ഷമിക്കൂ. സാർ, അപ്പുവിനെ കുറിച്ചെല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്റെ അനിയനും അപ്പുവിന്റെ സ്വഭാവമായിരുന്നു. ഒടുവിൽ അവൻ എന്റെ കൺമുമ്പിൽ വെച്ച് ഗുണ്ടകളുടെ കുത്തേറ്റ് പിടഞ്ഞു മരിച്ചു. ഹാവു കൊണ്ടെന്നോ? കഴുത്തിനിറക്കം കുറച്ചും കൂടി കൂട്ടണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതും കൂടി ചേർത്തിപ്പോ 14 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ. തരും പെണ്ണെ, ഞാൻ എങ്ങോട്ടും ഓടി പോണില്ലെന്ന് നിന്റെ ഏട്ടനോട് പറഞ്ഞേക്കൂ. കൈക്ക് ഇറക്കം കൂടുതലാ. അപ്പോയിട്ടുണ്ടോ? അകത്തുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് ഉപ്പു. അപ്പോട്ടാ അപ്പോട്ടാ വേണ്ട, എനിക്കാരും കൂട്ട് വേണ്ട, ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ? ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞ. ഒറ്റയ്ക്കാവുമ്പോ ആരുടെയും ദുർമുഖം കാണണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ പിണങ്ങിയ അപ്പോട്ട് ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്. നീ പറയണതൊക്കെ അനുസരിക്കാൻ ഞാൻ നിന്റെ നായരാ? എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ആരോടും സ്നേഹമില്ലായിട്ടല്ല, പക്ഷേ നീ പറഞ്ഞ പോലെ ഞാനൊരു ചീത്തക്കുട്ടിയായിപ്പോയി. എങ്ങനെയോ അയാളോട് ചെന്ന് പറയാം ഇലക്ഷൻ കഴിഞ്ഞൊരു കാശ് കൊടുക്കാന്ന്. അയാൾ സമ്മതിക്കുന്ന ലക്ഷണമില്ല. നോട്ടീസ് അടിച്ചതിന്റെ കാശ് കൊടുത്ത സംഭവം വിദ്യാർത്ഥി വർഗത്തിന്റെ ചരിത്രത്തിലുണ്ടോ? നോട്ടീസ് എന്നല്ലേ 24 മണിക്കൂറാണ് അവന്റെ പ്രസ് ഓഫീസോ കത്തിക്കുന്നു പറ. പറഞ്ഞടാ.
തിരിച്ചടിക്കണം. പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും. അത് പിന്നെ നമുക്ക് എതിരാവും. അത് ശരിയാ, അടി തുടങ്ങിയാ പിന്നെ പിള്ളേര് നമുക്കെതിരാവും. നന്ദകുമാരനെ മാത്രം മതി. അതിനവൻ മുങ്ങിയിരിക്കല്ലേ? അവൻ വരും. വരാതെ അവിടെ പോവാനാ? തിരിച്ചടിച്ച അവന്മാര് മറിച്ചടിക്കും. ഈശോയെ, ജീവനും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അടിച്ചോണ്ട് കാര്യമായില്ല. നന്ദകുമാരനെ വച്ചേക്കരുത്. അവനെ തീർത്ത് കളയണം. എന്നാലേ അവന്മാരൊന്ന് വിറയ്ക്കൂ. അല്ലെങ്കിൽ പിന്നെയും തട്ടിയും മുട്ടിയും കിടക്കും. അതാ ഞാൻ പറഞ്ഞത്, പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരുമെന്ന്. വേണ്ടി വരില്ല, നമുക്ക് ആളുണ്ട്. ആര്? അപ്പു. അവനെ കൊണ്ടാ നടക്കില്ലെന്നേ. ഇപ്പൊ തന്നെ ഒഴിഞ്ഞു മാറി നടക്കുക. അവനെ വിടരുത്. എങ്ങനെയും വിളച്ചെടുക്കണം. നന്ദകുമാരന് കോളേജിൽ കയറിയാൽ അവന്റെ ഏർപ്പാട് തീർക്കണം. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? അപ്പു ആകുമ്പോ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി പ്രശ്നമായി തന്നെ എന്നതാ? അപ്പു നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞ നോട്ടീസ് അടിച്ചിറക്കണം. അത്ര തന്നെ. അപ്പുവേട്ടന്റെ അമ്മ പറഞ്ഞു അപ്പുവേട്ടപ്പോ ഒരു ബഹളം ഉണ്ടാക്കാറില്ല, നല്ല കുട്ടിയായിരിക്കാന്ന്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. വേറെന്തൊക്കെയാ നീ പ്രാർത്ഥിച്ച്? വേറെ അപ്പുവേട്ടൻ മെടുക്കനാണോന്ന്. മിടുക്കനായിട്ട് എന്നിട്ട് എന്താപ്പോ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം, നീ വാ. എങ്ങടാ? നീ വാ. എങ്ങടാന്ന് പറയൂ. ഈ തോണിയില് നിന്നെയും കയറ്റി ഞാൻ തുഴഞ്ഞു പോകാം. എവിടേക്ക്? ഈ പുഴയുടെ അവസാനം വരെ. പ്രാന്തുണ്ടോ? പുഴയുടെ അവസാനം കടലല്ലേ? നമ്മൾ രണ്ടും മുങ്ങി ചത്തുവും. ഞാനില്ല. ഇങ്ങോട്ട് വാവണ്ണേ. വീട് അപ്പുവേട്ടാ, ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. നീ പറഞ്ഞു കൊടുക്കൂ. ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. ഓരോ ദലവും പിടരും മാത്രകൾ ഓരോ വരയായി വർണ്ണമായി. ഒരു മൺചുമരിന്റെ നിറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു
ഓർത്തുവച്ചു. ഒരു മൺചുമരിന്റെ നിറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായി എടുത്തു വച്ചു. ആ ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. ഇതിലും നല്ല ആലോചന വരില്ല എന്നാ ഏട്ടൻ പറയുന്നത്. ഞങ്ങള് പാവങ്ങളല്ലേ, പണോ ആഭരണോ ഒന്നും വേണ്ടാത്ര. ദുബായിലെന്തോ നല്ല ജോലിയാ. ഞാൻ ഒരുപാട് കരഞ്ഞു. ഏട്ടൻ സമ്മതിക്കണില്ല. മൂത്തവരെ അനുസരിക്കേണ്ട പറ്റുമോ? ലതയുടെ കല്യാണം നിശ്ചയിച്ചു അല്ലേ? നീ ഇരിക്കെ. അപ്പോ നീ എന്ത് ചെയ്യാൻ പോകുന്നെന്നോ എവിടെ ചെന്നെത്തുമെന്നോ നിനക്ക് തന്നെ നിശ്ചയമില്ല. കേക്കണമ്മേ, കിളവനായ എന്താ ഇപ്പൊ? ചെലവിന് കൊടുക്കാൻ വഴിയുണ്ടല്ലോ. ഓ ദുബായ്ക്കാരനെന്ന് പറഞ്ഞ വലിയ കാര്യമായിന്ന് അവരുടെയൊക്കെ വിചാരം. ദുബായിൽ വല്ല മണ്ണ് ചോടുമായിരിക്കും. എന്ത് പണിയാവട്ടടി? ആണുങ്ങൾ തനിക്ക് താൻ പോന്ന എവിടെ ചെന്ന് എന്ത് പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം. ഇവിടെ ഒരുത്തുണ്ടല്ലോ കോളേജൊന്നും പഠിത്തമൊന്നും പറഞ്ഞ് തെണ്ടി നടക്കണേ. ചോറ് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ തെണ്ടി നടന്നപ്പോ എന്താ? അമ്മയ്ക്കെല്ലാം അറിയാം മോനെ. ഒന്നും നിന്റെ കുറ്റല്ല. കഴിഞ്ഞ ജന്മത്തിൽ അമ്മ എന്തോ മഹാഭാവം ചെയ്തിട്ടുണ്ട്. ഈ വയറ്റിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ശിക്ഷ നീയും കൂടി അനുഭവിക്കണം.
എനിക്കിനി ആരും പേടിയില്ല, ഒന്നിനും പേടിയില്ല. എനിക്ക് എന്റെ മോനെ കാണണം, എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ചേച്ചി റിമാൻഡ് കഴിഞ്ഞോട്ടെ, നമുക്ക് അവന് ജാമ്യത്തിൽ വെക്കാം. കരയാതെ മോളെ, ഞങ്ങൾ അവനെ കൊണ്ടുവരും. എനിക്ക് എന്റെ മോനെ കാണിച്ചു തരും മാഷേ. ചേച്ചി എന്റെ മോനെ എവിടെ? അപ്പോ നിനക്ക് എന്ത് പറ്റിയടാ? ചേച്ചി പോവാൻ ചേച്ചി. ചേച്ചി നമുക്കവനെ ജയിലിൽ പോയി കാണാം ചേച്ചി. ചേച്ചി
ചേച്ചി നമുക്ക് പോവാം. ചേച്ചി പോവാൻ ചേച്ചി. ചേച്ചി എന്തോ ചേച്ചി? ചേച്ചി 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 കർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിര വിരചിതമപി വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കൂ ഇല്ലൊരു ഇനിയും വരുമെന്ന് തോന്നുന്നില്ല മാഷെ. അതിനും വിധിയില്ലായിരിക്കും. തളിരിൽ വച്ചൊരു ഇനിയിപ്പോ അപ്പുന്റെ സ്ഥാനത്ത് ശിവൻകുട്ടി നിൽക്കുക. മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം. കാക്കണോ വിജയ? കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. വന്നു തോന്നുന്നു.